ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി കാളപൂട്ടിൻ്റെ വിഷ്വലാണ്. 19/10/2025 കൊണ്ടോട്ടി പറമ്പിൽ പീടികയിൽ വെച്ച് നടത്തിയൊരു അതിമനോഹരമായ കാളപൂട്ടിൻ്റെ വിഷ്വലാണ്. അപ്പോൾ കാളപൂട്ടിൻ്റെ തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടില്ല, നമ്മൾ ഇതിൽ സൗണ്ടുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ സൗണ്ടോടെ കാണുമ്പോഴുള്ളൂ നമുക്ക് ആ കാളപൂട്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റും ശൈലിയും കിട്ടുള്ളല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ചാനലിൽ ഫുൾ സൗണ്ടോടെ കൂടിയാണ് നമ്മൾ കാളപൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യണത്. മ്യൂസിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിന് തനതായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എല്ലാ ആളുകളും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ 2 റൗണ്ടും 3 റൗണ്ടും ഫുള്ളായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയത് കാരണം കൊണ്ട് എന്താ ചെയ്യുന്നത്, 3 റൗണ്ട് നമ്മൾ നാളത്തെ വീഡിയോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇത് 2 റൗണ്ട് ഫുള്ളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ റൗണ്ട് 3 റൗണ്ട്, അതുപോലെ കപ്പ് കൊടുക്കുന്ന റൗണ്ട് 3 റൗണ്ടിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നാളെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ ഇത് ഈ 2 റൗണ്ട് മത്സരം ഫുൾ ആളുകൾ മാക്സിമം ആളുകൾ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. കാരണം 2 റൗണ്ട് ഫുള്ള് കാണാതെ 3 റൗണ്ട് കണ്ടപ്പോൾ നമുക്ക് ഏതൊക്കെ കന്നുകളാണ് 2 റൗണ്ടിൽ ഉണ്ടായത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക. ഇതിന്റെ കാലപുരുവത്തിൽ 2ാം സ്ഥാനത്ത് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു കോട്ട ആലുകുട്ടികാട്ടി കുഴിമൺ. ഇതിന്റെ കാലപുരുവത്തിൽ 3ാം സ്ഥാനത്ത് കുഞ്ഞുട്ടി നാരായൺ പാതിരിക്കോട് സ്മാരക ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരുപാട് കാളപൂട്ട് പ്രേമികളുണ്ട്, മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, കാളപൂട്ട് പ്രേമികൾ. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മളെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഇത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയും. ഇതുപോലെ കാളപൂട്ടും അതുപോലെയുള്ള എല്ലാ ചന്ത, അതുപോലെ എല്ലാ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി സെറ്റാക്കി വെക്കാൻ പറയാം. എന്നാലേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പരമാവധി ആളുകളിലേക്ക് കാളപൂട്ട് ഗ്രൂപ്പിലേക്കും അതുപോലെയുള്ള ഗ്രൂപ്പിലേക്കൊക്കെ നമ്മളെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരം വോയിസ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണില്ല, ബോറടിപ്പിക്കണില്ല. മാക്സിമം എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യും. ഇവിടെ കയറ്റത്ത് 2 സൈഡും ബൈക്ക് സെക്യൂരിറ്റിക്കാരും പരാമർശം കൊടുക്കുന്നു. അതുകൊണ്ട് ഒരാളെ കൊണ്ട് വെക്കാളെ കൊണ്ട് മാറ്റാൻ കഴിയണം. ഇവിടെ ഈ കയറ്റത്തിന് ആവശ്യമില്ലാത്ത വസ്തു വണ്ടിക്കുന്നത് ആ റോഡൊന്ന് ബ്ലോക്ക് ഒഴിവാക്കി കൊണ്ടാൽ നല്ലതാണ്. അത് പഴയ കൊണ്ടു പോകാനാല് ചെന്നാൽ ആ റോഡ് ബ്ലോക്ക് ഒഴിവാക്കാം.
അതിന്റെ ബാറ്റിൽ മാറി ചാടണോ ചാടണോ എടുക്കണോ അതേപോലെ ഉള്ളിൽ കണ്ടിട്ടുള്ള ആളുകൾ ഒന്നിലൊക്കെ സൂചിക തീർച്ചയായും കൊടുത്ത ഗോളപ്പെട്ട ആളുകൾ ഒന്നും ചെറുതായിട്ട് വീടിയപ്പെട്ട ആളുകൾ ഒന്നിനുള്ളിൽ വീഴ്ചപ്പെട്ട സത്യഭാവങ്ങളൊക്കെ നടക്കാൻ ഏറ്റവും കൂടുതലാകുന്ന ഗോളുകളെ ഒന്നിക്കില്ല അങ്ങനെ ഒന്നിക്കുള്ളിൽ അനുഭവപ്പെടുന്ന
Bhagwani number 43 Kurudi ഇന്നത്തെ ആകർഷകരമായ കാളപൂട്ട് മത്സരത്തിൽ ലൈഫ് ടെലികാസ്റ്റിംഗ് ലോകമെമ്പാടുമുള്ള കാളപൂട്ട് പ്രേമികൾക്ക് സംരക്ഷണം ചെയ്യുന്നു. KM71 ന്യൂസ് എന്ന ടെലി ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. KL71 ന്യൂസ് എന്ന യൂട്യൂബ് ടെലി ചാനലിലൂടെ ഈ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടും. എല്ലാ കയ്യും കാലുകൾ മുഴുവൻ കയ്യും കാലും മുഴുവൻ കയ്യും കാലും അതിശക്തമായ തൊണ്ടയൊഴുക്കും തൊണ്ടവേദന തൊണ്ടക്കുറക്കണം എന്നീ അസുഖങ്ങളുടെ പ്രയാസത്തിലുണ്ടെങ്കിൽ അപ്പൂർശക്തി എന്ന നിർവ്വഹത്തിന്റെ വിവരമിക്കുന്ന മാത്രമല്ല യോഗത്തിൽ കാണിച്ചു തരാൻ അപ്പൂർശക്തിയും കൈലത്തും കാണിച്ചുതരമായിട്ടുണ്ട്. കഫക്കെട്ട് കൊണ്ടും അലർജി കൊണ്ടും കൊല്ലത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ വിവരമിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ എത്ര വേദന ഉണ്ടാവട്ടെ ചേച്ചി വേദന ഇവിടെ നടക്കാനൊക്കെ കഴിയാത്ത ഭാഗം നടക്കുന്ന ഒരു കാണിച്ചു അപകടം പറ്റിയാണ് എനിക്ക് വരുന്നത് ശരിയായിട്ട് കഫക്കെട്ട് മൂലം പ്രയാസത്തിൽ ആളുകളുണ്ടെങ്കിൽ ഒരു മോശം അറിയാൻ അറിയിച്ചാൽ കഫക്കെട്ട് നഷ്ടത്താൽ പൂർണ്ണമായിട്ട് കഫക്കെട്ടാണ് ഈ മാസം ചേച്ചി വെച്ചാൽ പാതിരിക്കോട് സ്മാരക ട്രോഫി സമ്മാനിക്കുന്നു. പാതിരിക്കോട് സുന്ദരൻ നാളെ സ്ഥാനക്കാർക്ക് ചെറിയ പോഷിക്കോട് ട്രോഫി സമ്മാനിക്കുന്നു. മത്സരത്തിന്റെ 5ാം സ്ഥാനക്കാർക്ക് വാളപ്പുറ കാളപ്പൂട് വത്സ ഗ്രൂപ്പ് ട്രോഫി സമ്മാനിക്കുന്നു. 1ാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കൂട്ടുകാരൻ ട്രോഫി സമ്മാനിക്കുന്നു. മുൻകൈകാരൻ കോട്ടപ്പുറം ഫാമിലി വാട്സപ്പ് കൂട്ടായ്മ ട്രോഫി സമ്മാനിക്കുമ്പോൾ കുറഞ്ഞ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോട്ട അക്ഷരമാർ കാര്യപുറം ട്രോഫി സമ്മാനിക്കും. സൂര്യവേദന ചന്ദ്രവേദന എന്നിവ കഴിയാൻ പറ്റിയ തെറ്റ് ഓടിക്കാറ്റ് തുഴിത വേദനാശക വേദന ഇങ്ങനെ എത്ര വേദനകൾ ഉപയോഗിക്കുന്ന സമ്മാനം ഭഗവതിയമ്മ 47 കൊടുക്കുന്നതിൽ ചെയ്ത് കരിമവർക്ക് ട്രോഫികൾ സമ്മാനിക്കും. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച മലപ്പുറം കണ്ടത്തിലെ കൂട്ടുകൂട്ട് മത്സരത്തിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത നമ്പർ 47 തീരുമാനമാക്കും സിക്കോട് 2ാം ജോഡി. No. സ്ഥിരമായിട്ട് തലയിൽ തലത്തിൽ കാണാൻ തലയുടെ പ്രശ്നമില്ല നെഞ്ചുവേദന ശ്വാസമുട്ടില്ല
കാലബന്ധം കേട്ടുക. എല്ലാ കയ്യും നേർമൽ എല്ലാ കയ്യും എങ്ങനെ കൊടുക്കുക എങ്ങനെ കല്ലിട്ടൂരിക എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വരിക അവരെ നിരത്തിൽ നേർത്തിട്ട് വരിക നിരത്തിന് മുകളിലായിട്ട് ആവശ്യത്തിൽ കൂടി വെക്കുക അപകടം വെച്ച് നിരത്തിന് കഴിയുമ്പോൾ ഇത് രാത്രി ദർശനം ദർശനമാകട്ടെ കരയില് ഈ രണ്ട് സൈഡിലെ നോക്കണം കൂടുതൽ കടത്തപ്പെട്ട് ഈ മൂലല്ലേ നേരത്തെ പൗരിക്കുന്ന നോക്കും കെട്ടാതെ പോയത് തന്നെയാണ്. എന്താണ് ഒന്നാം സ്ഥലത്തിന് അർഹനാകുന്നതിന് മലപ്പുറം സൃഷ്ടി പോകുക ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു കോട്ടപ്പുറം ഫാമിലി വാട്സപ്പ് കൂട്ടായ്മ. മത്സരത്തിന്റെ രണ്ടാം സ്ഥാനക്കാർക്ക് കോട്ട ആലിക്കുട്ടികാശി കുടിമണ്ണ ട്രോഫി സമ്മാനിക്കും. ഈ മത്സരത്തിന്റെ മൂന്നാം സ്ഥാനക്കാർക്ക് കുഞ്ഞുട്ടി നാരായണൻ കാസർഗോഡ് സ്മാരക ട്രോഫി കണ്ടതിലധികം. പ്രിയമുള്ള കാണുപുരങ്ങളെ മറക്കാതെ ഈ വരുന്ന 2026 ഫെബ്രുവരി 14-ാം തീയതി ഈ സീസണിലെ അവസാന കാളപൂട്ട് മത്സരം ഇതേ കാളപൂട്ട് കണ്ടതിൽ വെച്ച് അരങ്ങേറി. ചെമ്മാനാട് പ്രിയമർക്കും കേട്ടിമല സൗഹൃദ കൂട്ടായ്മ ചൊട്ടിക്കൽ ബാലമാച്ചി പരമ്പാറയിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ ലക്ഷ്യം നടക്കും. വേഗം വേഗം തയ്യാറാക്കുന്നത് അത് 55 തുരണിയൻ മോൻ ഒരു 2 മൂന്നാമത് കാലമെന്ന് കേൾക്കുക. കണ്ണ് കണ്ടറിയ കണ്ണുകൾക്ക് തൊഴിലെ കയ്യും കാലും കയറ്റി വെക്കണം. എല്ലാം കയ്യും കാലം കേട്ടി മുഴുവൻ കയ്യും കാലം കേട്ടുക.
അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൽ പുറത്തെ കച്ചവടവും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്തൊരു വീഡിയോ ആണ്. എല്ലാ കാലത്തും പോകുമ്പോൾ കുറേ പുറത്ത് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പകർത്തലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളതൊന്നും ചെയ്തിട്ടില്ല. കാരണം മാക്സിമം വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, പരമാവധി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പുറത്തെ കാഴ്ചവടക്കാരൊന്നും എടുത്തില്ല. അത്രയും തിങ്ങി നിറഞ്ഞൊരു ഗാലറി, കാരണം ഒരു സൂചി ഇടാൻ ഗ്യാപ്പില്ല എന്ന് പറയാം, അതുപോലത്തെ ജനങ്ങളാണ് ഗാലറി. പുതിയൊരു കാളൂട്ടം കണ്ടാണ് ഈ പറമ്പിൽ പീടികത്തത്. വലിയൊരു കപ്പ് മത്സരം ഫസ്റ്റാണെന്ന് പറഞ്ഞത്. എല്ലാവിധ സജ്ജീകരണത്തോടു കൂടിയൊരു കാളൂട്ടം കണ്ടം തന്നെയാണ് ഈ പറമ്പിൽ പീടിക കണ്ടം. അപ്പോൾ നല്ല കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ഉണ്ടാവും. അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ അവിടെ ഒരു കൂട്ടും കൂടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സീസണിലെ അവസാന മത്സരം ഈ കണ്ടത്തിൽ വെച്ച് തന്നെ നടത്തുന്നതെന്ന് അനൗൺസ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ കാണിക്കുന്നതാണ്. മീൻ കച്ചവടം പൂള കച്ചവടം കഴിഞ്ഞിട്ട് ഇതൊക്കെ നേരം കിട്ടുക ഒന്ന് വിളിച്ചാൽ ഒന്ന് കണ്ടോട്ടെ ജനങ്ങൾ. ഏതാനും ചില കന്നഡ കൂടി പ്രേക്ഷകർക്ക് നൽകാൻ ബാക്കിയുള്ള ബന്ധപ്പെട്ട കന്നഡ എത്ര പെട്ടെന്ന് നൽകേണ്ടതാണ്. കാലഘട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൂട്ടുകാരനായ വാഴക്കാട് യാസിൻമോൻ നാരിക്കാവ് കാളപൂട്ട് കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ഈ പ്രവൃത്തിയിലേക്ക് പുതിയ കൂട്ടുകാരും പ്രവൃത്തിക്കാരും തുറന്നുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ പരിപാടി കാണാനെത്തിയ എല്ലാ നല്ലവരായ കാളപൂട്ട് പ്രേമികളും പുതിയ കൂട്ടുകാരന് അകമഴിഞ്ഞ വലിയ പ്രോത്സാഹനം നൽകണമെന്ന് അറിയിക്കാൻ ഈ കാളപൂട്ട് മത്സരത്തിൽ ഏറ്റവും ചെറിയ പ്രായം കുറവുള്ള ഒരു കുട്ടിയാണ് ഈ കാളപൂട്ട് മത്സരത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ പൂട്ടുന്ന ഒരു മത്സരം കൂടിയാണ് നമ്മൾ ഈ വിഷ്വൽ കാണുന്നത്. അവന് ഒരുപാട് ക്യാഷ് പ്രൈസും അവന് പൂർണ്ണ സപ്പോർട്ടും കാളൂട്ടം കണ്ടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അതുപോലെ ക്യാഷ് അവാർഡൊക്കെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മളെ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി പൈസയാണ് എല്ലാ പൂട്ട് പ്രേമികളും അവനക്ക് കയ്യിൽ നൽകിയത്. നോട്ടുമാല അടക്കം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ മത്സരത്തോടു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ രണ്ടാം റൗണ്ട് മത്സരം ഫുള്ളായി അവസാനിച്ചു. അപ്പോൾ അടുത്ത റൗണ്ട് വരുന്നത് മൂന്നാം റൗണ്ടാണ്. മൂന്നാം റൗണ്ട് നമ്മൾ വരുന്നതും കപ്പ് എടുത്ത കന്നാരാന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. ഈ വീഡിയോ ലെങ്ത്ത് കൂടുതൽ ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യണില്ല, ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നാളെ ഇതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ മൂന്നാം റൗണ്ട് മത്സരം കപ്പെടുക്കുന്ന കന്നിൻ്റെയും അതെല്ലാം വിഷ്വലെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ആളുകൾ ഈ വീഡിയോ തന്നെ കാണുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമ്മൾ നാളെ എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ പറയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നമ്മൾ നമ്മൾ ഒരു തുടക്കക്കാരായതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നമുക്ക് ആവശ്യമായതുകൊണ്ട് വീണ്ടും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനകീയ കാളപൂട്ട് കമ്മിറ്റി നൽകുന്ന സ്നേഹോപഹാരം
കേശവ ജനകീയ കാളകൂട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി ജാഫർ കൊണ്ടോട്ടി നൽകിയാണ് നിറഞ്ഞ കൈയുടെ സ്വീകൃതം. കാളകൂട്ടിലെ വളർന്നു വരുന്ന പുതിയ കൂട്ടുകാരൻ വാഴക്കാട് യാത്രമാകാരൻ കേശവ ജനകീയ കാളകൂട്ട് കമ്മിറ്റി നൽകുന്ന ബഹുമാനം കേശവ ജനകീയ കാളകൂട്ട് കമ്മിറ്റി മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ ജാഫർ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു.